ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്ത് മുഴുവൻ ഈ ഭക്തിഗാനം അതെ അതെ മുഴങ്ങിക്കൽ എല്ലായിടത്തും. അമ്മേ നാരായണ ദേവി നാരായണ അല്ലേ പിന്നെ തെയ് 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 പൊങ്കാല, ഈ രീതി പൊങ്കാല. അങ്ങനെ കുറെ പാട്ടുകളുണ്ട് അതെ അതെ അല്ലേ? അതെ, സ്ഥിരം പാട്ടുകൾ. സ്ഥിരം പാട്ടുകൾ. ധാരാളം. മാത്രമല്ല ഓരോ കോണിലും വളരെ ഉത്സവത്തോടു കൂടി സ്ത്രീകൾ വന്നിങ്ങനെ നിറയും. പുരുഷന്മാർ ദൂരെ അവരെ കൊണ്ടുവന്നിട്ട് ദൂരെ മാറി ഇങ്ങനെ നിൽക്കും. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ പോലും ഒരു പുരുഷന്റെ അടുത്തുനിന്നോ മറ്റുള്ള ആൾക്കാരുടെ അടുത്തുനിന്നോ ദുരനുഭവം നേരിടാതെ അവർ സന്തോഷത്തോടെ മടങ്ങുന്നു എന്നുള്ളതാണ്. ഈ രാത്രികളിൽ തെരുവിൽ ഉറങ്ങുന്ന തെരുവിലുറങ്ങുന്നത് വളരെ അല്ല, നിർഭയം. ഇതിപ്പോ രാവിലെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഇഷ്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതെ, അതെ. ഇന്ന് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടാവും റോഡുകളിലൊക്കെ. പക്ഷേ ഇത് വളരെ കൗതുകമുള്ള കാര്യമില്ല. അതായത് ഒരു നോട്ടം കൊണ്ട് പോലും ഒരു ഇല്ല, ഇല്ല. സ്വാരസ്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമാണ് തിരുവനന്തപുരം നഗരം. അവിടെ സ്ത്രീകൾക്ക് നിർഭയമായി വന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുത്ത് പൊങ്കാല അർപ്പിച്ച് മടങ്ങാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇപ്പോൾ തന്നെ തിരക്ക് വന്നിട്ടുണ്ടാവും. അതെ അതെ, പ്രത്യേക ട്രെയിനുകളും ഉണ്ടാവാറുണ്ട് നോക്കൂ, ഇപ്പൊ ഇന്ന് തന്നെ രാവിലെ അമ്പലത്തിലേക്ക് തിരക്കുണ്ടാവും. ഇന്നലെയും വലിയ വലിയ തിരക്കായിരുന്നു, തിരക്കായിരുന്നു. നീണ്ട തിരക്കാണ്. ഇന്നിപ്പം പുലർച്ചെ വലിയ തിരക്കായിരിക്കും. സുനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നാളെ രാവിലെ 10:30 ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുക. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ തലസ്ഥാനമുള്ളത്. സുനിഷ ചേരുന്നുണ്ട്. സുനിഷ, വലിയ തിരക്കാണോ? പതിവ് പോലെ ഈ നഗരങ്ങളിൽ പലയിടങ്ങളിലും ഇഷ്ടികയൊക്കെ വെച്ച് സ്ഥലം ബുക്ക് ചെയ്ത് കഴിഞ്ഞോ ആൾക്കാർ? തീർച്ചയായും അരുൺ, ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ ദൃശ്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അത്ര രീതിയിലുള്ള തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇന്ന് അനുഭവപ്പെടുന്നത്. ഏതായാലും പറഞ്ഞതുപോലെ പൊങ്കാലയ്ക്കിനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടുകൂടി തന്നെ ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക്, പൊങ്കാലയിടാനായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഇന്നലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ തിരക്കാണ്. ഈ പലരും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാവിലെ 5 മണിക്ക് ക്യൂവിൽ നിന്നവർക്ക് പോലും ദർശനത്തിനകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നതാണ്. അത്ര വലിയൊരു ക്യൂ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്ര വലിയൊരു തിരക്കിലേക്ക്, അഭൂതപൂർവമായ ഒരു തിരക്ക് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നു എന്നത് തന്നെയാണ്. ഏതായാലും ഇതിൽ കൂടുതൽ ആളുകൾ നാളെയും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം സംഘാടകരോട് ചോദിച്ചപ്പോഴും പൊങ്കാലയ്ക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ, കാരണം കഴിഞ്ഞ തവണ കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള പൊങ്കാല എന്നതുകൊണ്ട് തന്നെയും അതിനുശേഷം 2 തവണ കഴിഞ്ഞതിന് ശേഷം ഇത്തവണ വീണ്ടും ഒരു പൊങ്കാല മഹോത്സവത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള തിരക്ക് തന്നെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. ഏതായാലും അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് പൊങ്കാല ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ചേച്ചി എത്ര മണിക്ക് വന്നതാണ്? 2 മണിക്ക് വലിയ തിരക്ക്. അന്നേരം മുതലേ ഭയങ്കര തിരക്കാണ്. പൊങ്കാല ഇടുന്ന ഒരാളാണോ? എല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടുന്നതാണ്. ഇവിടെ തന്നെയാണോ? ക്ഷേത്രത്തിനടുത്ത്? ക്ഷേത്രത്തിനടുത്തല്ല, ആശുപത്രിയുടെ അടുത്ത്. ഇവിടെ തന്നെയാണോ വീട്? അല്ല, ഞങ്ങൾ കൊട്ടാരക്കര. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും പൊങ്കാല ഇടാനായി ഒരുപാട് പേരാണ് എത്തിയിട്ടുള്ളത്. എവിടെ നിന്ന് വരിക? കോഴിക്കോട്. പൊങ്കാല ഇടുന്ന ആദ്യമായിട്ട് വരിക. ആദ്യമായിട്ടാണ് വന്നത്? ക്ഷേത്രത്തിൽ വന്നിട്ട് പൊങ്കാല ഇടാൻ ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിനടുത്ത്? പൊങ്കാല ഇടുന്നതോ? അല്ലല്ല, ഞങ്ങൾ റൂമുണ്ട്. അങ്ങനെ ഏതായാലും പല ഭാഗങ്ങളിൽ നിന്നും, സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പൊങ്കാല ഇടാനായി തലസ്ഥാനത്ത് നിരവധി 10,000-കണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് അതിൻ്റെ ഭാഗമായി തന്നെ കാണുന്നുമുണ്ട്. ഇനിയും കൂടുതൽ പേർ ഉച്ചയോടുകൂടി തന്നെ എത്തും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഭക്തരൊക്കെ തന്നെ, പൊങ്കാല ഇടുന്നവരൊക്കെ തന്നെയും എത്തുമെന്നുള്ളതാണ്. കാരണം പൊങ്കാല അടുപ്പ് കൂട്ടാനായൊക്കെ തന്നെ പലരും നേരത്തെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഈ പലയിടങ്ങളിലും ബുക്ക് ചെയ്തിരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വരുന്ന വഴിയിലൊക്കെ തന്നെയും പലയിടങ്ങളിലും ബുക്കിഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതേസമയം തന്നെ പലയിടങ്ങളിലും ഈ പൊങ്കാല അടുപ്പുമായി ആവശ്യപ്പെട്ട ചുടുകല്ലൊക്കെ തന്നെയും തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. ഏതായാലും അത്തരത്തിൽ എല്ലാവരും നേരത്തെ തന്നെ ഈ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. അതിനനുസരിച്ച് തന്നെ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങളും സംഘാടകരുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കൺട്രോൾ റൂമുകളൊക്കെ തന്നെയും പ്രവർത്തിച്ചിരുന്നു. വലിയൊരു കാര്യം, ഈ തിരക്ക് കൂടുന്നൊരു സാഹചര്യത്തിൽ ചൂട് കൂടുന്നൊരു സ്ഥിതി കൂടി, ഈ ചൂടിൻ്റെ കൂടി ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് നൽകിയിരുന്നു. തിരക്ക് ഈ രീതിയിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന്റെ 2000-ഓളം വലിയ തിരക്കാണ് തലസ്ഥാനത്ത്. ഇപ്പോൾ തന്നെ ആറ്റുകാൽ പരിസരം മുഴുവൻ ജനസാഗരമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം തലസ്ഥാന നഗരിയിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഗതാഗതം, നഗരത്തിൻ്റെ ഉള്ളിൽ
മണിക്കൂറിനുള്ളിൽ ചില ഭാഗങ്ങളിലൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. 20ഓ 25ഓ ഇടങ്ങളിലായിട്ടാണ് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ തവണയും അത് കൃത്യമായി ക്രമീകരിക്കാറുണ്ട്. എല്ലാം ക്രമീകരിക്കും. പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാലും ആ നഗരം ശുദ്ധിയാക്കൽ വളരെ വേഗത്തിലാണ്. ഇത് അത്രയും വേഗത്തിൽ അത്രയും തിരക്കിനിടയിൽ ശുചീകരണം നടത്തുന്ന ലോകത്തിലെ തന്നെ അപൂർവം തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അക്കാര്യത്തിൽ കോർപ്പറേഷനെയും അവിടുത്തെ ശുചീകരണ തൊഴിലാളികളെയുമാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്.